പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ CWC മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയേക്കും. പ്രതികൾ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്ന് CWC. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീരാജ്, കഴിഞ്ഞ ദിവസം CWC ചെയർമാനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുമായി ഉള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ തിരിച്ച് CWC പോലീസിനെതിരെ പരാതി പറയുകയാണ്. എന്താണ് ഇതിലെ നിജസ്ഥിതി? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. കോന്നി DYSP, കോന്നി CI എന്നിവർക്കുള്ള സസ്പെൻഷൻ ഓർഡറിലായിരുന്നു ഇത്തരത്തിൽ CWCയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഈ പ്രതികൾ രണ്ടുപേർ CWC ചെയർമാൻ്റെ ഓഫീസിൽ നേരിട്ടെത്തുകയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാമർശം. നിലവിൽ അതിനെതിരെയാണ് CWC മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ജില്ലാ പോലീസ് മേധാവിക്കെതിരെയാണ് പരാതി നൽകുന്നത്. ഇന്നലെ തന്നെ ഔദ്യോഗികമായ ഒരു പ്രതികരണം CWC ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഉണ്ടായിരുന്ന വിശദീകരണം ഇത്തരത്തിലാണ്. CWCയുമായി ആലോചിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായ ഒരു കണ്ടെത്തലായിരുന്നു പോലീസിൻ്റേതെന്നും അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച മറച്ചു വെക്കാൻ അത് CWCയുടെ കൂടി തോളിൽ ചാരുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നായിരുന്നു CWC ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു വിശദീകരണം. എന്തായാലും ഈ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ നിലവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് CWC. അതുപോലെ തന്നെ ഇരുവരും സ്വാധീനിക്കാൻ വന്നത് എന്ന കാര്യം CWC ചെയർമാൻ തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല, സ്വാധീനിക്കാൻ വന്ന ആ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് ഇമെയിൽ മുഖേന തന്നെ ഇത്തരത്തിൽ ഇവർ വന്ന് കണ്ടു എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതായും പരാതി എന്ന നിലയ്ക്ക് നൽകിയിരുന്നുവെന്നും CWC ചെയർമാൻ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് CWC ചെയർമാൻ്റെ തീരുമാനം. അത് CWCയുടെ ജെനുവിനിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകുമ്പോൾ, അല്ലെങ്കിൽ സസ്പെൻഷൻ ഓർഡറിലായാൽ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ CWCയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം എന്താണെന്ന് ആരായുക പോലും ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ പെൺകുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിനടക്കമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് CWCയാണ്. മാത്രവുമല്ല, പെൺകുട്ടിയെ അത്തരത്തിൽ വീട്ടിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചതും CWCയുടെ ഇടപെടൽ മൂലമാണ്. ഇത്തരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയും പെൺകുട്ടിയുടെ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന നിലപാട് CWC സ്വീകരിച്ചിട്ടും പക്ഷേ പോലീസിൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ CWCക്കെതിരെ ഗുരുതരമായ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് CWCക്കുള്ളത്. എന്നാൽ പോലീസ് പറയുന്നത് 10 ദിവസത്തോളം താമസിച്ച് മാത്രമാണ് CWC ഇത്തരത്തിൽ ഈ പ്രതികൾക്കെതിരെയുള്ള റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിജീവിതയെ പറ്റിയുള്ള റിപ്പോർട്ട് പോലീസിന് കൈമാറിയത് എന്ന ഗുരുതര ആരോപണമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ ആരോപണം, പെൺകുട്ടി അതിജീവിത ശക്തമായ നിലപാടെടുത്തില്ലായിരുന്നുവെങ്കിൽ മറ്റു വഴികളില്ലാതെയാണ് CWCക്ക് ആ റിപ്പോർട്ട് കൈമാറേണ്ടി വന്നത് എന്ന് വ്യക്തമായി ഈ പോലീസിൻ്റെ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് CWCയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്ന പോലീസിൻ്റെ കണ്ടെത്തലായി പറയാനുള്ളത്. എന്തായാലും നിലവിൽ പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് CWCയുടെ തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ലക്ഷ്മി.